മതവർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങാനുള്ള ഇടത് വലത് മുന്നണികളുടെ തീരുമാനം രാജ്യത്തോടുള്ള വെല്ലുവിളിയെന്ന് ബി.ജെ.പി. വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങി മാത്രമേ കോൺഗ്രസിനും CPM-നും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം P.K. കൃഷ്ണദാസ്. ഈ രാജ്യവിരുദ്ധ കൂട്ടുകെട്ട് തുറന്നുകാട്ടിയാകും വരും ദിവസങ്ങളിൽ ഇന്ത്യയെ വോട്ട് ചോദിക്കുകയെന്നും കൃഷ്ണദാസ് ജനം ടിവിയോട് പറഞ്ഞു. UDF-ന് SDPI പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ വിവാദമാകുന്നതിനിടയിലാണ് ഇപ്പോൾ LDF-ന് PDP പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരോധിത തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുന്ന സംഘടനകളുടെ വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഇടതു വലതു മുന്നണികൾ. മതവർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങാനുള്ള ഇടതു വലതു മുന്നണികളുടെ തീരുമാനം രാജ്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും വർഗീയ ശക്തികളോട് വോട്ട് വാങ്ങി മാത്രമേ കോൺഗ്രസിനും CPM-നും NDAയെ പരാജയപ്പെടുത്താൻ കഴിയൂവെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം P.K. കൃഷ്ണദാസ് ജനം ടിവിയോട് പറഞ്ഞു. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ SDPയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിന്റെ നിലപാടിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ആഗോള തീവ്രവാദ സംഘടനയുടെ കേരള പതിപ്പായ PDPയുമായി മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ്. ഇത് രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തെ ദേശീയ തലത്തിലെന്ന പോലെ കേരളത്തിലും തോൽപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തീവ്രവാദ മതഭീകര സംഘടനകളുമായി കൈകോർക്കാനും അവിശുദ്ധ സഖ്യമുണ്ടാക്കാനുമാണ് ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും മറുഭാഗത്ത് കോൺഗ്രസും ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ രാജ്യവിരുദ്ധ കൂട്ടുകെട്ട് തുറന്നുകാട്ടുന്ന തരത്തിൽ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.